കൊച്ചി. ഞാൻ ഇവിടെ കൈരളി OBM വർക്ക്ഷോപ്പിട്ടിരിക്കുന്ന പോവാണ്. 25 വർഷമായി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏറ്റവും നല്ല ഓയിൽ ഏത് ഓയിലാണ് നല്ലത്? ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് എൻ്റെ അനുഭവം ഇത് നമ്മളിപ്പോൾ ഓരോ എഞ്ചിനുകൾ അഴിക്കുമ്പോഴും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു അതേപറ്റിയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും എംപാലുമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും നല്ലത്. കോടേജിൽ 2 സ്ട്രോക്ക് ഓയിലിൽ ഏറ്റവും നല്ലത് എംപാലുമാണ്. അതിന്റെ ബ്ലോക്ക് ഒക്കെ അഴിക്കുമ്പോൾ എങ്ങനെയാണ്? എഞ്ചിൻ അഴിക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സുസുക്കി എഞ്ചിനാണ്. ഇതിപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്ത് ഇത് ഒരു സുസുക്കി എഞ്ചിൻ അഴിച്ചിരിക്കുന്നതാണ് 1.5 വർഷമായത്. പക്ഷെ ഇതിന്റെ യമഹ ട്യൂബ് ഉപയോഗിക്കുന്ന എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു കറവലൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഈ പൈസ പോലെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഇതേപോലെ നല്ല പൈസ അതിൽ നിന്ന് നമുക്കറിയാൻ പോയിട്ടുണ്ട് ഇത്. പിന്നെ അതേപോലെ തന്നെ ബ്ലോക്കില് പണികൾ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ ചെയ്യുക, സ്ലീവ് അടിക്കുക, ഇങ്ങനെയുള്ള ജോലികൾ ലാസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ചെയ്യുന്ന അവർക്ക് പെട്ടെന്ന് പണികളൊന്നും വരുന്നില്ല. അതൊന്ന് പിന്നെ കരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാറേ. ബസ്സിനൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും, നല്ല വെളുത്ത്. ഇതേപോലെ ഇപ്പൊ പുതിയ ബസ്സിനാണ് ഇതേ മോഡലിൽ തന്നെ ഇരിക്കും. 1 വർഷം കഴിഞ്ഞ ഇവിടെ ആൾക്കാർ പല ഓയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളതിന് ഏറ്റവും ബെറ്റർ എഞ്ചിൻ അഴിക്കുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ പുതിയ ബിസിനസ് തന്നെ 1 വർഷം 2 വർഷം നമ്മൾ ചോദിക്കും നിങ്ങൾ പണിയുന്നത് എത്ര നാളായി? അപ്പോൾ പറയും 1 വർഷം. നമുക്ക് തന്നെ ഒരു അതിശയാണ്. ഈ 1 വർഷം ഉപയോഗിച്ച് ബസ്സിന് ഇതേ രീതി ഇരിക്കാം. നിങ്ങൾ ഏത് ഓയിൽ ഓടിക്കുന്നതെന്ന് ചോദിക്കും. ഇവിടെ അവർ അറിയാം, നമ്മളതപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാണുമ്പോൾ നമുക്കറിയാം എഞ്ചിൻ അഴിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ജമാലുമല്ലേ ഒഴിക്കുന്നത്, അങ്ങോട്ട് ചോദിക്കുന്നത്.